പ്രായോപവേശം ചെയ്ത് വെള്ളത്തിൽ മുങ്ങി ശരീരം ഉപേക്ഷിച്ച അവതാരമൂർത്തിയുടെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരാണ്? ശ്രീരാമസ്വാമി. ശ്രീരാമസ്വാമി പ്രായോപവേശ ചെയ്തത് ഏത് നദിയിൽ? സരയൂ നദിയിൽ. അദ്ദേഹം മുങ്ങി ശരീരം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അല്ലാതെ കൊട്ടാരത്തിൽ നിന്ന് സമാധി ചെയ്തല്ല. വെള്ളത്തിലേക്ക് ഇറങ്ങി ശരീരം അങ്ങനെ വെള്ളത്തിൽ അങ്ങോട്ട് അർപ്പിച്ചു. മനസ്സിലായില്ലേ? ഇനിയും മറ്റൊരാളുണ്ട്, വേറൊരാളുകൂടി ഉണ്ട്. അതാരാണെന്നറിയോ? ബലരാമസ്വാമി. അദ്ദേഹം കടലിലേക്കാണ് സമർപ്പിച്ചത്. പ്രഭാസ തീരം എന്ന് പറഞ്ഞാൽ, ഗുജറാത്തിൻ്റെ തീരം എന്ന് പറഞ്ഞാൽ അറേബ്യൻ കടലാണ്. ആ കടൽ തീരത്തിരുന്ന് ശരീരം ഉപേക്ഷിച്ച ആളാണ് ആര്? ബലരാമസ്വാമി. അപ്പം ഇങ്ങനെയൊക്കെയാണ് അവരുടെയൊക്കെ ശരീരം. നിൽക്കട്ടെ, പരീക്ഷത്ത് മഹാരാജാവിനോട് പറഞ്ഞു, പ്രായോപവേശമാണ് വഴി. അപ്പം തക്ഷകൻ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ശരീരം ഉപേക്ഷിക്കാം. പരീക്ഷത്ത് പോയി. ഇവിടെ പർണശാലിക്ക് കിട്ടിയിട്ടുണ്ട്, ഗംഗയുടെ തീരത്ത്. അവിടെ ഇരുന്നു. പരീക്ഷത്ത് മഹാരാജാവ് അദ്ദേഹം പറഞ്ഞു, മഹാന്മാർ പ്രായോപവേശം ചെയ്യുന്നത് അത്രയും അവരുടെ മൈൻഡ് നാമജപത്തിൽ മുഴുകി ഇനി അവർക്ക് പ്രത്യേകിച്ച് യാതൊരു ചിന്തകളും അലട്ടുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് കുറ്റബോധം എന്നെ അലട്ടുന്നുണ്ട്. ഞാൻ എന്തിനാണ് ആ മഹാത്മാവിനെ അപമാനിച്ചത്? എന്തിനീ തെറ്റ് ഞാൻ ചെയ്തു? എനിക്കാണെങ്കിൽ എൻ്റെ കൊട്ടാര ജീവിതത്തോടുള്ള താല്പര്യമൊന്നും കുറഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു മാനസികമായി പൂർണ്ണതയിലെത്താതെ ഞാൻ പ്രായോപവേശം ചെയ്യുന്നതൊട്ടും ശരിയാണോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതൊരു തരം ഒളിച്ചോട്ടമാണ്, ഇതൊരു തരം ആത്മഹത്യയാണ്. അല്ലേ? ആണോ അല്ലയോ? കാരണം അദ്ദേഹത്തിന് ആ മെച്യൂരിറ്റി വന്നിട്ടില്ല. അദ്ദേഹം മഹാന്മാരോട് പറയുന്നുണ്ട്, എനിക്കെൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. അസ്വസ്ഥമായ മനസ്സോടുകൂടി ചെയ്യേണ്ടതല്ല ഏത് പ്രായോപവേശം. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഈ വീണ്ടും 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 പൊങ്ങി വരുന്ന കുറ്റബോധവും വേണ്ടാത്ത ചിന്തകളും ഇതൊക്കെ മാറ്റി എൻ്റെ മനസ്സിനെ നിർമ്മലമാക്കി സ്വസ്ഥമാക്കി നാമജപത്തിലേക്ക് അതിനെ കൊണ്ടുപോയി അങ്ങനെ ഒരു പൂർണ്ണത കൈവരിച്ച് എനിക്ക് ജീവിതം ഉപേക്ഷിക്കണം. അതിനെന്താണ് മാർഗം? അപ്പോൾ അവർക്കൊന്നും ഉത്തരം പറയാൻ സാധിച്ചില്ല. അപ്പോഴാണ് പരീക്ഷത്തിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നു വേദവ്യാസ മഹർഷിയുടെ പുത്രനായ ശ്രീ ശുക ബ്രഹ്മർഷി. വേദവ്യാസ മഹർഷിയുടെ പുത്രനായ ശ്രീശുക ബ്രഹ്മർഷി ജനിക്കുമ്പോൾ തന്നെ അവധൂതൻ എന്ന് വെച്ചാൽ അത്രയും ഒരു ആത്മീയമായ ഉന്നതി കൈവരിച്ച ആളായിരുന്നു. ആര്? ശ്രീ ശുക ബ്രഹ്മർഷി. അദ്ദേഹമാണ് പരീക്ഷത്തിൻ്റെ മുന്നിലേക്ക് വരുന്നത്. പരീക്ഷത്ത് എണീറ്റു, അദ്ദേഹത്തിനെ നമസ്കരിച്ചു. താനിരുന്ന പർണശാലയുടെ ഉള്ളിൽ അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് പരീക്ഷത്ത് മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നാണ് ഈ ഭാഗവതം ജനിക്കുന്നത്. ആ ചോദ്യം വളരെ പ്രധാനമാണ്. ഇതെല്ലാവരും ഒന്ന് പഠിച്ചു വയ്ക്കണം. ഈ 2025 ഭാഗവതത്തിന് പ്രസക്തി കൊടുക്കുന്നത് പരീക്ഷത്തിൻ്റെ ഒരു ചോദ്യമാണ്. ആ ചോദ്യം വളരെ റെലവൻ്റ് ആയതുകൊണ്ടാണ് ഭാഗവതം ഇത്രയും പ്രസക്തിയുള്ള. അല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രത്തോളം പഴക്കമുള്ള ഒരു കൃതിയും ഇന്ന് വരെ ഡിസ്കഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഡേ ബൈ ഡേ കഴിയും തോറും ബൈബിൾ ഈസ് കംപ്ലീറ്റ്ലി പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ യങ് ജനറേഷൻ, ഞാൻ പറയുന്നത് എസ്പെഷ്യലി വെസ്റ്റേൺ കൺട്രിയിൽ, യൂറോപ്യൻ കൺട്രിയിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് ബൈബിൾ വേണ്ട. അവരാ ബൈബിളൊക്കെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞു. ഇസ്ലാം മതത്തിൽ തന്നെ വലിയൊരു യങ് ഗ്രൂപ്പ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഖുർആനോടൊന്നും വലിയൊരു ആർക്ക് വേണം സ്വർഗം എന്നാണ് അവർ ചോദിക്കുന്നത്. ആർക്ക് വേണം ആ സ്വർഗം എന്ന്? ഇവിടെ വല്ലതും ജീവിക്കാൻ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കും. ഈ ഭൂമി മുഴുവൻ നരകമാണെന്നും ആകാശത്തിനപ്പുറത്തൊരു സ്വർഗമുണ്ടെന്നും അവിടെ തേനൊഴുകുന്നുണ്ടെന്നും അവിടെ നല്ല ബിരിയാണി കിട്ടുന്നും ഇതൊക്കെ പറഞ്ഞിരുന്നൊരു പുസ്തകം എത്ര കാലം ആളുകളെ എൻ്റർടൈൻ ചെയ്യും? എത്ര കാലം? ഈ ഭൂമിയിലുള്ള ജീവിതം,
ഇവിടുത്തെ ജീവിതത്തേക്കാൾ വലുത് ആകാശത്തിനപ്പുറത്ത് ചത്തു കഴിഞ്ഞിട്ടൊരു ജീവിതമുണ്ടെന്ന് പഠിപ്പിച്ചാൽ ആ പുസ്തകത്തിന് കുറേ കഴിഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ടാവില്ലയോ? പറയൂ. എന്താ ഒന്നും മിണ്ടാത്തത്? ജീവിച്ചിരിക്കുമ്പോൾ ജീവിതം നന്നാക്കാനല്ല പറയുന്നത്, മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ചാണ് ഖുറാനിലൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് വരുന്ന തലമുറയ്ക്ക് അതിനോടുള്ളൊരു ഇഷ്ടക്കേട്, അതുകൊണ്ടാണ് അവരത്ര കർക്കശമാക്കിയത് പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ബ്രെയിൻ വാഷ് ചെയ്ത് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നല്ലൊരു കേരളത്തിലുമുണ്ട്, ലോകത്തിലും നല്ലൊരു ശതമാനം ആളുകൾ, വളർന്നു വരുന്ന തലമുറ പറയുന്നുണ്ട്, വി ഡോണ്ട് വാണ്ട് യുവർ ഹെവൻ എന്നാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗം ആവശ്യമില്ല. മനസ്സിലായില്ലേ? ആർക്ക് വേണം സ്വർഗം? മറിച്ച് ഭൂമിയെ തന്നെ ഒരു സ്വർഗമാക്കാൻ നോക്കൂ എന്ന് പറയുമ്പോൾ അത് ഖുർആൻ എതിരാണ്. കാരണം ഖുർആൻ ഒരിക്കലും ഭൂമിയെ സ്വർഗമാക്കാനല്ല പഠിപ്പിക്കുന്നത്. ഖുർആൻ പറയുന്നത് കേട്ടിട്ടില്ലേ? അറ്റ്ലീസ്റ്റ് കേട്ടിട്ടില്ലേ നിങ്ങൾ? മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകണം? സ്വർഗത്തിൽ പോകണം എന്നുള്ളതാണ്. അത്തരം കൃതികളോടൊക്കെ ഉള്ള ഒരു താല്പര്യം കുറഞ്ഞു വരികയാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, 5000 വർഷം പഴക്കമുള്ള ഈ ഭാഗവതം 2025 ഡിസ്കഷനാണ് ഇപ്പോഴും. എന്നെപ്പോലുള്ള ആചാര്യന്മാരൊക്കെ തിരക്കിലാണ്. ഒരു സപ്താഹം കഴിഞ്ഞാൽ വേറൊരു സപ്താഹം, ഒരു സപ്താഹം കഴിഞ്ഞാൽ. എന്താ ഇത്രമാത്രം ആളുകൾക്ക് സപ്താഹത്തോട് ഒരു താല്പര്യം വരുന്നത്? അതിൻ്റെ പ്രധാന കാരണം പരീക്ഷത്ത് ചോദിച്ച ചോദ്യമാണ്. ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധത്തിൽ, എല്ലാവരും എടുക്കണം ആ ശ്ലോകം, 19-ാമത് അധ്യായത്തിൽ 37-ാമത് ശ്ലോകം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. പരീക്ഷത്ത് മഹാരാജാവ് ശൈശുക ബ്രഹ്മർഷിയോട് ചോദിക്കുന്ന ആ ചോദ്യമാണ് ഭാഗവതത്തിന് ഇത്രമാത്രം പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടാക്കിയത്. എന്താ ചോദ്യം? കിട്ടിയോ എല്ലാവർക്കും? 19-ാമത് അധ്യായം 37-ാമത് ശ്ലോകം. അതപൃച്ഛാമി സംസിദ്ധിം യോഗിനം പരമം ഗുരും പുരുഷസ്യേകയത്കാര്യം മ്രിയമാണസ്യ സർവഥാം. എന്താ പറയുന്നത്? അതപൃച്ഛാമി, ഞാൻ ചോദിക്കുകയാണ്. യോഗിനാം പരമം ഗുരും, യോഗികളിൽ വെച്ച് പരമഗുരുവായ പുണ്യാത്മാവേ, മഹാത്മാവേ, പരമഗുരുവേ, ഞാൻ ചോദിക്കുകയാണ് അങ്ങയോട്. പുരുഷസ്യേഹ യത് കാര്യം, ഇഹ പുരുഷ യത് കാര്യം. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണ് എന്നർത്ഥത്തിലല്ല ഈ പുരുഷൻ എന്നുള്ള വാക്ക്. ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ജീവനും, അല്ലെങ്കിൽ ഓരോ ജീവാത്മാക്കളും, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും മ്രിയമാണസ്യ. മ്രിയം എന്ന് പറഞ്ഞാൽ മരണതുല്യമായ വേദനാത്മകമായ അസ്വസ്ഥതകൾ നിറഞ്ഞ, വിഷമങ്ങൾ നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ മറികടക്കാൻ, അതിനെ തരണം ചെയ്യാൻ യത് കാര്യം, എന്തൊന്നാണ് ചെയ്യേണ്ടത്? എന്തൊരു ചോദ്യമാണ് നോക്കൂ. ഇന്നിപ്പോൾ എല്ലാവർക്കും ആവശ്യമല്ലേ ഇത്? ആണോ അല്ലയോ? ഇത് 5000 വർഷം മുമ്പുള്ളവർക്ക് വേണ്ടി മാത്രം എഴുതിയതാണോ? മരണതുല്യമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ മാനസികാവസ്ഥയുള്ളവർക്ക് എങ്ങനെയാണതിനെ തരണം ചെയ്യാൻ സാധിക്കുക? അതിനെന്താണ് അവർ ചെയ്യേണ്ടത്? അതായത് താൻ കടന്നു പോകുന്ന മരണതുല്യമായ അനുഭവത്തിൽ നിന്നും എങ്ങനെ എൻ്റെ മനസ്സിനെ സ്വസ്ഥതയിലേക്കും ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും അല്പം ഒരു സന്തോഷത്തിലേക്കും കുറ്റബോധമില്ലാത്ത മനസ്സിലേക്കും മനോധൈര്യത്തിലേക്കും എങ്ങനെ എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കും? അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത്? നല്ല ചോദ്യമല്ലേ? വേണ്ട ചോദ്യമല്ലേ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇതെല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ? ആണോ? ഇത് പരീക്ഷത്തിന് മാത്രമുള്ളൊരു ചോദ്യമാണോ? എനിക്ക് കേൾക്കുന്നില്ല. എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ? അതായത് ജീവിതം എന്ന് പറയുന്നത് ചില സമയത്ത് അസ്വസ്ഥതകളൊക്കെ നിറഞ്ഞതാണെങ്കിൽ, ഇപ്പം ചില സമയത്ത് ഉറങ്ങുമ്പോൾ ഒരുപാട് ചിന്തകളൊക്കെ വന്ന് അസ്വസ്ഥമാക്കുമ്പോൾ ചിലപ്പോൾ തോന്നാറില്ലേ, ശരി ഈ ചിന്തകളൊന്നും ഇല്ലാതൊന്ന് ഉറങ്ങിയാൽ നന്നായിരുന്നു തോന്നാറുണ്ടോ? അപ്പോൾ അങ്ങനെ തോന്നുന്ന പോലെ എൻ്റെ മനസ്സിനെ ഒരു തരത്തിലുള്ള അസ്വസ്ഥതകൾ ബാധിക്കാതെ എങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ, ഉയർത്തിയെടുക്കാൻ സാധിക്കും? അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
നോക്കൂ, ആ ചോദ്യം എത്ര ഗംഭീരമാണ്. എന്നെ അസ്വസ്ഥതയിൽ നിന്നും മോചിപ്പിക്കൂ, എനിക്ക് ശാന്തി തരൂ, സമാധാനം തരൂ എന്നൊന്നുമല്ല ചോദിച്ചത്. ഞാൻ മനസ്സിനെ ശക്തിപ്പെടുത്താൻ, മനസ്സിനെ സ്വസ്ഥമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ജസ്റ്റ് ഗൈഡ് മീ, ജസ്റ്റ് ഗീവ് മീ സം ഡയറക്ഷൻ. ആര് ചെയ്യണം? ആര് ചെയ്യണം? കൂടെ വന്നില്ലേ നിങ്ങൾ? ഇദ്ദേഹം പ്രാർത്ഥിക്കല്ല, ഇദ്ദേഹം വഴി ചോദിക്കുകയാണ്, മാർഗം ചോദിക്കുകയാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്ക് ശാന്തി വേണം, സ്വസ്ഥത വേണം, സമാധാനം വേണം. ഇവിടെ ശാന്തിയും സ്വസ്ഥതയും ചോദിക്കുകയല്ല, ശാന്തിയിലേക്ക് ഉയരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം എന്തോ ഞാൻ അനുഷ്ഠിച്ചാൽ എനിക്കെൻ്റെ മനസ്സിനെ, അവർക്ക് പറയൂ, ഉയർത്തിയെടുക്കാൻ സാധിക്കും. അതെന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആ മാർഗം എന്താണ്? ആ വഴി എന്താണ്? മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഭാഗവതം ഒരു പ്രാർത്ഥനയുടെ പുസ്തകമല്ല, ഭാഗവതം ഒരു മാർഗദർശനമാണ്. മനോബലത്തെ വർദ്ധിപ്പിക്കാൻ, മനഃശക്തി വർദ്ധിപ്പിക്കാൻ, മനസ്സിനെ സമചിത്തതയിലേക്ക് ഉയർത്താൻ വഴി കാണിക്കുന്ന ആത്മീയ ഗ്രന്ഥമാണത്. മനസ്സിലാവുണ്ടല്ലോ? ഒരു പാത കാണിച്ചു തരുന്നു ഭാഗവതം. ആ പാതയിലൂടെ നടക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ആർക്കാണ്? അതിനുള്ള ധീരത, അതിനുള്ള കരുത്ത്, അതിനുള്ള ഊർജം നിങ്ങൾക്കുണ്ടെങ്കിൽ ഭാഗവതം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അതല്ല നിങ്ങൾ വെറും പ്രാർത്ഥിച്ച ദൈവമേ കൃഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ ചൊറി മാറ്റിത്തരണേ, ഞാനിപ്പോഴും മാന്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇരുന്ന് മാന്തിക്കൊണ്ടിരിക്കുമോ? ഗുരുവായൂരപ്പൻ ചൊറിയും മാറ്റിത്തരുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കാം നിങ്ങൾക്ക്. മനസ്സിലാവുണ്ടല്ലോ? അങ്ങനെ ആരോ എൻ്റെ വിഷമങ്ങൾ മാറ്റിത്തരുന്നും പറഞ്ഞ് നിസ്സഹായരായിട്ട് കയ്യും നീട്ടി പ്രാർത്ഥിക്കുന്ന ദുർബലരായി മാറരുത്. മക്കളോടും അതാ പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രാർത്ഥിക്കുന്നവരാവരുത്. ആരാവണം? പരിശീലിക്കുന്നവരാവണം. നിരന്തര പരിശീലനം. എന്തൊന്ന് ഞാൻ ചെയ്താലാണ് എൻ്റെ മനസ്സിനെ എനിക്ക് ഉയർത്താൻ സാധിക്കുക എന്ന് പറയും എല്ലാവരും. ഏതൊരു സാധന ചെയ്താലാണ്, അല്ലെങ്കിൽ എന്തൊരു സാധന ചെയ്താലാണ് എനിക്കെൻ്റെ മനസ്സിനെ ഉയർത്താൻ സാധിക്കുക? അപ്പം ഞാൻ ചെയ്യണം, ഞാൻ പരിശീലിക്കണം, ഞാൻ മെനക്കെടണം, ഞാൻ അതിനു വേണ്ടി കഷ്ടപ്പെടണം, ഞാൻ അധ്വാനിക്കണം. ഗുരുക്കന്മാർക്ക് വഴി മാത്രമേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഭാഗവതം ഒരു വഴികാട്ടിയാണ്. എന്തൊരു ഗംഭീരതയുണ്ട് നോക്കൂ നിങ്ങൾ. ഇതാരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഈ രീതിയിലൊന്നും. ഭാഗവതത്തെ ഉണ്ടോ? നമ്മൾ കേൾക്കുന്ന ഭാഗവതമൊക്കെ കുറേ കഥകളാണ്. പക്ഷെ വാസ്തവത്തിൽ വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ തലയിൽ വെക്കുകയാണ് ഭാഗവതം. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജീവിതം നമ്മുടേതാണ്. അതിന് പരിവർത്തനം വരുത്തേണ്ടതും നമ്മളാണ്. ആൻഡ് വി ഹാവ് ഓൾ ദ പൊട്ടൻഷ്യൽസ്. എല്ലാം ഉണ്ട്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി വി ഡോണ്ട് നോ ഹൗ ടു യൂസ് ഇറ്റ്. അതിൻ്റെ പാസ്വേഡ് നമ്മുടെ കയ്യിലില്ല. അതിനെ എങ്ങനെ ഓപ്പൺ ചെയ്യണം നമുക്കറിയില്ല. അത് ചില സമയത്തുണ്ടല്ലോ, ചില അമ്മമാർ ഈ മൊബൈലൊക്കെ ഏതെങ്കിലുമൊക്കെ ചിത്രം വരച്ച് ലോക്ക് ചെയ്യും. പിന്നെ അവർക്കേ അറിയില്ല ഇത് ഏത് കുന്താ വരച്ചത് എന്നുള്ളത്. എന്നിട്ട് പിന്നെ മക്കളുടെ കൈയും കാലും പിടിക്കണം. ഞാനെടാ Z ആണോ വരച്ചത്, M ആണോ വരച്ചത്, N ആണോ വരച്ചത് എന്നുള്ളത്. ബോധമില്ലാതെ എന്തെങ്കിലും വരച്ചിട്ടുണ്ടാവും, അത് മൊബൈൽ ലോക്കാക്കിയിട്ടുണ്ടാവും. പിന്നെ കൈയും കാലും പിടിക്കേണ്ടി വരും. ഒക്കെ നിങ്ങളുടെയൊക്കെ അവസ്ഥയാണത്. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത്? ആണോ അല്ലയോ? ഞാനൊരു അമ്മയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ അമ്മ പാവം, അത്ര ഒരു പാവം ഒരു അമ്മയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, സ്വാമി എനിക്കൊരു പാസ്വേഡ് ഇട്ട് തരണമെന്ന്. അതിങ്ങനെ ഒരു പുല്ലാപ്പാവെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ കഷ്ടകാലത്തിന് ഞാൻ അമ്മയുടെ പേരും വെച്ചിട്ട് 1-2 ഇയറൊക്കെ വെച്ചൊരു പാസ്വേഡൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ ഇതാണ് പാസ്വേഡ്. ഞാൻ പറയാൻ വിട്ടു ഇത് എഴുതി വെക്കണമെന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ജപിക്കുമ്പം, സ്വാമി ആ പാസ്വേഡ് എന്താണ്? എനിക്ക് തന്നെ ഓർമ്മയില്ലേ ഞാൻ എന്ത് പാസ്വേഡായിട്ടെന്ന്. ആ സമയത്ത് ഞാൻ എന്തോ പറഞ്ഞത്. പിന്നെ എനിക്കൊരു വലിയ പോയി. കാരണം അമ്മയുടെ അത് ലോക്കായി കഴിഞ്ഞു. അമ്മയ്ക്ക് ഓർമ്മയില്ലേ, എനിക്കും ഓർമ്മയില്ല. എനിക്ക് പിന്നെ ഞാൻ കണ്ടുപിടിക്കാൻ കുറേ സമയമെടുത്തു. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പാസ്വേഡ് ഇടയ്ക്ക് മറന്നു പോകും. ഉണ്ടോ? ഈ പണ്ടൊക്കെ ആണെങ്കിൽ നാമം ഓർത്താൽ മതി. ഇപ്പോൾ പാസ്വേഡ് ഓർത്ത് വയ്ക്കണം. എന്തൊക്കെ ഓർത്ത് വയ്ക്കണം നോക്കൂ നിങ്ങൾ. പല കാര്യങ്ങളും ഓർത്ത് വയ്ക്കണം.
എന്ന് പറഞ്ഞ പോലെ ഇവിടെ അവനവൻ്റെ ജീവിതത്തെ പരിവർത്തനം വരുത്തേണ്ട ഉത്തരവാദിത്വം മുഴുവൻ ആർക്കാണ്? ഇറ്റ് ഈസ് ഇൻ മീ. ഐ മൈസെൽഫ് ഇസ് റെസ്പോൺസിബിൾ. ഐ മൈസെൽഫ് ഹാസ് ടു അപ്ലിഫ്റ്റ് മൈസെൽഫ്. ഞാൻ തന്നെ വേണം ഉദ്ധരേത് ആത്മനാത്മാനം. പ്രാർത്ഥനയുടെ ജീവിതമല്ല നമുക്കുള്ളത്, പരിശീലനത്തിൻ്റെ ജീവിതമാണ്. ഇതെപ്പോഴും ഓർക്കണം. പ്രാർത്ഥന എന്നതില്ല, നമുക്കുള്ളത് സാധനയാണ്. ഏതാണ്? ഉറക്കെ പറയൂ. നിരന്തരമായ സാധനയിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിവർത്തനം വരുത്തിയെടുക്കാം. അങ്ങനെ ഈ ചോദ്യം കേട്ടതും പരീക്ഷത്ത് മഹാരാജാവിന് ശ്രീ ശുഖബ്രഹ്മർഷി അതിനുള്ള റിപ്ലൈ തുടങ്ങുന്നതാണ് 2-ാം സ്കന്ധം. ആദ്യം തന്നെ പറയുന്നത് വരീയാനേഷതേ പ്രശ്ന. അങ്ങയുടെ ചോദ്യം ഉണ്ടല്ലോ, വളരെ സുന്ദരമാണ്, വളരെ ശ്രേഷ്ഠമാണ്. ലോകഹിതം നൃപ. ഈ ചോദ്യം ലോകത്തിന് മുഴുവൻ ഉപകാരം ചെയ്യുന്നതാണ്. അത് സത്യമാണത്. അതുകൊണ്ട് ആ ചോദ്യം നോക്കൂ, ഇന്നും പ്രസക്തിയുള്ളതായി. പരീക്ഷത്ത് സ്വന്തം കാര്യത്തിനാണ് ചോദിച്ചെങ്കിലും ഈ ചോദ്യം പരീക്ഷത്തിൻ്റെ മാത്രം ചോദ്യമായിരുന്നില്ല. ഇത് മനുഷ്യരെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമായിരുന്നു. പരീക്ഷത്തിനെ ബാധിക്കുന്ന തക്ഷകൻ എന്ന് പറയുന്നത് സർപ്പമായിരിക്കാം. പക്ഷെ നമ്മളെയൊക്കെ ബാധിക്കുന്ന തക്ഷകൻ എന്ന് പറയുന്നത് ഓരോ ചിന്തകളാണ്, ജീവിതത്തിൻ്റെ പല വിഷമങ്ങളാണ്. പലരും പല രീതിയിലുള്ള തക്ഷകൻ്റെ പിടിയിലാണ്. ആണോ? സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഉണ്ടോ? ഇന്ന് നമുക്കറിയാം ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളൊന്നും അതിൻ്റെ ഫസ്റ്റും സെക്കൻഡും തേർഡ് ലെവലിലും കണ്ടുപിടിക്കുന്നത് വളരെ റെയറാണ്. ഒന്ന് സ്കാൻ ചെയ്ത് ഒരു ബയോപ്സി റിപ്പോർട്ടൊക്കെ വരുമ്പോഴേക്കും പിന്നെ നമ്മൾ കേൾക്കുന്നത് 4th സ്റ്റേജാണ്, 5th സ്റ്റേജാണ് എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ കേൾക്കുന്നത്. ആണോ അല്ലയോ? ഈ രീതിയിലൊക്കെ കേൾക്കുമ്പോൾ അത് തന്നെ ഒരു തക്ഷകനായിട്ട് വരില്ലേ നമ്മുടെ ജീവിതത്തിൽ? ആണോ? ഉറക്കെ പറയൂ. ഇതുപോലെ ഇന്ന് നമ്മൾ കുട്ടികളുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ഇന്ന് ലോകത്തിൽ എപ്പോഴാണ് എന്താണ് ജോലി നഷ്ടപ്പെടുക, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവരെ, ഒരു ഗ്യാരൻറ്റിയും ഇല്ല ജീവിതത്തിൽ. ഉണ്ടോ? നമ്മളിങ്ങനെ പോകുന്നു, ഓക്കെ എന്നുള്ള രീതിയിൽ. ഒരു ഗ്യാരൻറ്റീഡ് ലൈഫല്ല മനുഷ്യൻ്റേത്. ആണോ? കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ഈ ഹൈവേ ഒക്കെ നല്ല ഡെവലപ്പ് ചെയ്യുമ്പോൾ സുന്ദരം എത്ര വേഗം. പക്ഷേ പലരും വേഗത്തിൽ മേലോട്ട് പോകുന്നുണ്ട്. കാരണം ഓവർ സ്പീഡിൽ ഓടിക്കുന്നത് കൊണ്ടും. ചില ആളുകൾ നോക്കൂ, നല്ല മര്യാദയിലായി ഓടിക്കുന്നത്. പക്ഷേ ക്ഷമയില്ലാത്തവൻ പുറകിൽ കൊണ്ടുവന്നൊരു ഇടി തന്നാൽ മതി, കഴിഞ്ഞു നമ്മുടെ ജീവിതം. അപ്പം നമുക്ക് നല്ലവണ്ണം ശ്രദ്ധ വേണം. പണ്ട് നമ്മുടെ കാര്യം നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ ഒരു നല്ല ചുറ്റുപാടിലേക്ക് ശ്രദ്ധ വെച്ചില്ലെങ്കിൽ ജീവിതം അപകടത്തിലാവാൻ അധിക സമയമൊന്നും വേണ്ട. അത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം. ആണോ? എന്ന് പറഞ്ഞ പോലെ പരീക്ഷത്തിൻ്റെ മാത്രം ചോദ്യമല്ല, പരീക്ഷത്തിന് മാത്രമല്ല തക്ഷകൻ. എല്ലാവർക്കും പല വിധത്തിലുള്ള തക്ഷകന്മാരുണ്ട്, പല രീതിയിലുള്ള തക്ഷകന്മാരാണ്. പരീക്ഷത്തിൻ്റെ ചോദ്യം കേട്ടിട്ട് പറഞ്ഞു, ഇതിനുള്ള ഉത്തരം ശ്രീമദ് ഭാഗവതമാണ്. എന്താണ്? ശ്രീമദ് ഭാഗവതം. അങ്ങയുടെ ഈ ചോദ്യത്തിന് ഭാഗവതം ഉത്തരമാണ്. എനിക്ക് എൻ്റെ പിതാവിൽ നിന്നും ഭാഗവതം കിട്ടിയിട്ടുണ്ട്. പറയണം, പിതൃദ്വൈപായനാദഹം. എൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയ ഈ ഭാഗവതത്തെ ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. അപ്പോൾ ചോദിച്ചു, എന്താണ് ഈ ഭാഗവതം എന്ന്. ഞാൻ ഭാഗവതത്തിൻ്റെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവാണ് നമ്മളെ എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഭാഗവതത്തിൻ്റെ 2nd സ്കന്ധത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് നമ്മൾ നേരെ കടക്കുന്നത് 9ാം അധ്യായത്തിലേക്കാണ്. എന്താണ് ഭാഗവതം എന്ന് ചോദിച്ചപ്പോൾ ചതുശ്ലോകി ഭാഗവതം. ഏതാണ്? ചതുശ്ലോകി ഭാഗവതം. പറഞ്ഞു, പണ്ട് ബ്രഹ്മാവിന് വെളിപ്പെട്ട ചതുശ്ലോകി ഭാഗവതമാണ് ഭാഗവതം. ഈ ചതുശ്ലോകി ഭാഗവതത്തെയാണ് ശരിക്കും ഭാഗവതം എന്ന് വിളിക്കുക. ഇപ്പം ഈ ഭാഗവതം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് എന്താണ് ഭാഗവതം എന്ന് പലരും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ശരിക്കുള്ള ഭാഗവതം എന്ന് പറയുന്നത് ഏതാണ്? ചതുശ്ലോകി ഭാഗവതമാണ്. കുറച്ച് ശ്ലോകങ്ങൾ അതിനെ ഒന്ന് ആസ്പദമാക്കിയിട്ട് നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. ഒന്ന് മാഹാത്മ്യം എടുക്കുക എല്ലാവരും. മാഹാത്മ്യത്തിൽ 2ാം അധ്യായത്തിൽ 73ാം ശ്ലോകം. 2ാം അധ്യായം മാഹാത്മ്യം. ചില ശ്ലോകങ്ങൾ ഈ ചതുശ്ലോകി ഭാഗവതമാണ് ഭാഗവതം എന്ന് പറയാൻ വേണ്ടി മാത്രം. 2ാം അധ്യായത്തിൽ ഞാൻ പറയുന്ന മാഹാത്മ്യം
അവിടെ 2-ാം അധ്യായത്തിൽ 73-ാം ശ്ലോകം അവിടെ പറയുന്നത് തഥാ ത്വയാ പുരാ പ്രോക്ത. കണ്ടോ ശ്ലോകം? കണ്ടുവോ നിങ്ങൾ? എല്ലാവരും ഉത്തരം പറഞ്ഞാലേ എനിക്ക് മുന്നോട്ട് പോകും. കണ്ടു. ഏതാണ് ശ്ലോകം? തഥാ ത്വയാ പുരാ പ്രോക്തം ചതുശ്ലോക സമന്വിതം തദീയ ശ്രവണാൽ സദ്യോ നിർബാധോ ബാധരായണ. ചതുശ്ലോക സമന്വിതം എന്നൊരു വാക്കവിടെ ഉപയോഗിക്കണം. അതേതിനെ ഉദ്ദേശിച്ചിട്ടാണ്? കൂടെ വന്നില്ല. ചതുശ്ലോകം എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരായില്ലേ? ഏത് ഭാഗവതത്തെക്കുറിച്ചാണ്? ചതുശ്ലോകി ഭാഗവതം. ഇനി തൃതീയ സ്കന്ധം എടുക്കുക, 3-ാം സ്കന്ധം. ആ തൃതീയ സ്കന്ധത്തിൽ ഉദ്ധവര് വിതുരനോട് പറയും. ഇത് ഉദ്ധവ വിതുര സംവാദമാണ്. അപ്പോൾ അവിടെ ഉദ്ധവര് പറയും, ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരീരമൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷം ഉദ്ധവര് വിതുരനെ കാണുന്നത്. അപ്പം ഭഗവാൻ എനിക്ക് ഭാഗവതം പറഞ്ഞു തന്നു എന്നാണ്. ഏത് ഭാഗവതമാണ് കൃഷ്ണൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തത്? 4-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകം. തൃതീയ സ്കന്ധം 4-ാം അധ്യായം 13-ാം ശ്ലോകം. അവിടെ പറയുന്നത് പുരാമയാ പ്രോക്ത അജായനാഭ്യേ പാത്മേ നിഷണ്ണായ മമാതിസർഗേ ജ്ഞാനം പരം മന്മഹിമാവഭാസം യസ്സൂരയോ ഭാഗവതം വദന്തി. യത്സൂരയോ ഭാഗവതം വദന്തി. സൂരികൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾ, ഋഷിവര്യന്മാർ, മഹാന്മാർ ഭാഗവതം വദന്തി. ഭാഗവതം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? പുരാ, മുമ്പ്. ആ വാക്കുകൾ നോക്കൂ. പത്മേ നിഷണ്ണായ, പത്മത്തിൽ എന്ന് വെച്ചാൽ താമരപ്പൂവിലിരിക്കുന്ന ബ്രഹ്മാവിന് പണ്ട് അജനായിക്കൊണ്ട് ബ്രഹ്മാവിനായിക്കൊണ്ട് നാഭിയിലിരിക്കുന്ന പത്മത്തിൽ ഇരിക്കുന്ന ബ്രഹ്മാവിനായിക്കൊണ്ട് മുമ്പ് ഏതൊരു ജ്ഞാനമാണോ അന്ന് ഉപദേശിച്ചത്, ആ ജ്ഞാനത്തെയാണ് ഭാഗവതം എന്ന് വിളിക്കുന്നത്. ആ ഭാഗവതമാണ് ചതുശ്ലോകി ഭാഗവതം. ഈ ചതുശ്ലോകി ഭാഗവതത്തെയാണ് പിൽക്കാലത്ത് വേദവ്യാസ മഹർഷിയോട് നാരദ മഹർഷി പറഞ്ഞു, തും വിപുലീകുരു എന്ന്. അങ്ങനെ വിപുലീകരിച്ചപ്പോഴാണ് 12 സ്കന്ധങ്ങളും 335 അധ്യായവും 18,000 ശ്ലോകവുമുള്ള ഭാഗവതമായി തീർന്നത്. അപ്പോൾ ഭാഗവതം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഓർമ്മ വേണം. ഇന്നിപ്പം നമ്മൾ കാണുന്ന 2 വോള്യത്തിലുള്ള ഈ പുസ്തകം, ഇത് 4 ശ്ലോകത്തെ വിപുലീകരിച്ചാണ്. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ സപ്ലൈ ചെയ്യുന്ന പാലുകാരൻ ചെയ്യുന്ന പോലെ, ലോക്കൽ പാലൊക്കെ മേടിക്കുമ്പോൾ അവനെന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ലേ? എന്ത് ചെയ്യും? എന്തിനാ പാലുകാരനെ കുറ്റം പറയണത്? ഇപ്പം നിങ്ങൾ വീട്ടിൽ സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ട്, പെട്ടെന്നൊരു 4-5 പേര് കൂടെ കയറി വന്നു. അപ്പം ഊണ് കഴിച്ചിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. കഞ്ഞിവെള്ളവും ഉണ്ട്, സാമ്പാറും ഉണ്ട്. പിന്നെന്താ ചെയ്യാനുള്ളത്? ഇതൊന്നും വേണ്ടാത്ത നിങ്ങൾ എന്തു ചെയ്യും? സാമ്പാറിന് ഇന്ന് എന്ത് ചെയ്യും? അതിൽ കുറച്ചുകൂടിയൊക്കെ വെള്ളവും ഇതൊക്കെ ചേർത്ത്, മസാലയൊക്കെ ചേർത്ത് ഒന്ന് വിപുലീകരിക്കുന്ന പോലെ ഇവിടെ വേദവ്യാസ മഹർഷി എന്ത് ചെയ്തു? ചതുശ്ലോകി ഭാഗവതത്തിൽ കഞ്ഞിവെള്ളം ഒഴിച്ചോ? അതേ അതിനെ ഒന്ന് വിപുലീകരിച്ചതാണ് ഇന്ന് നമ്മൾ കാണുന്ന 12 സ്കന്ധങ്ങളും 335 അധ്യായങ്ങളും ഉള്ള ഭാഗവതം. ഇനി ആ ചതുശ്ലോകി ഭാഗവതമാണ് നമുക്ക് കാണേണ്ടത്. അത് കണ്ടിട്ട് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. 2-ാമത്തെ സ്കന്ധത്തിൽ 9-ാം അധ്യായത്തിൽ 32, 33, 34, 35 ശ്ലോകങ്ങൾ കാണേണ്ട ഭാഗമാണ്, പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അഹമേവ സമേവാഗ്രേ നാന്യത്യ സദസ. ചൊല്ലു എല്ലാവരും, പുസ്തകം ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ. 2-ാം സ്കന്ധം 9-ാം അധ്യായം 32, 33, 34, 35. അഹമേവ സമേവാഗ്രേ നാന്യത്യ സദസത്പരം പശ്ചാദഹം യദേതശ്ച
യോവശിഷ്യേത സ്വസ്മ്യഹം ഹൃദയത്തം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാ ഭാസോ യഥാ തമ യഥാ മഹന്തി ഭൂതാനി ഭൂതേഷു ചാവരിശ്വനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനാ അന്വയവ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവദാ ഏതന്മതം സമാദിഷ്ട. ഇതതിൻ്റെ കൺക്ലൂഷനാണ്. ഏതന്മതം സമാദിഷ്ട പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപ്പേഷു ന വിമുക്യതി കർഹിജിൽ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ചതുശ്ലോകി ഭാഗവതം കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? ആദ്യത്തെ വരി നോക്കൂ. അഹമേവ അഗ്രേ ആസീത്. എല്ലാവരും ഒന്ന് പറയൂ. അഹം അഗ്രേ ആസീത്. ഈ അഹം 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 നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഞാൻ. അതിന് സംസ്കൃതത്തിൽ പറയുന്ന മറ്റൊരു സംസ്കൃതത്തിലെ ശബ്ദമാണ് ഏത്? അഹം അഹം അഹം. പക്ഷേ ഈ ഞാൻ 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 എന്ന് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഞാനിൽ മറ്റൊരു ഞാനുണ്ട്. ഇത് ഞാനാണ്. ഞാൻ എന്ന് നമ്മൾ പറയുന്നത് മനസ്സ് ഉണർന്നതിന് ശേഷമാണ്. ഇപ്പം ഞാനെന്ന് പറയുമ്പോൾ നമ്മളിലെ ഞാൻ അഹങ്കാരമാണ്. അഹം ആകാരമെടുക്കുന്നതാണ് അഹങ്കാരം. എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഈ ശരീരമാണ്, അല്ലെങ്കിൽ ഈ ശരീരത്തിൻ്റെ ഉടമയാണ്, ഞാനൊരാണാണ്, പെണ്ണാണ് എന്നൊക്കെ ഉള്ളൊരു ആകാരത്തെ അഹം എടുക്കുന്നതിൻ്റെ പേരാണ് അഹംകാരം. അഹം ആകാരം സ്വീകരിച്ചാൽ അതെന്തായി? ഒരു ആകാരം. ഇപ്പം നമ്മൾ വെള്ളം ഒരു കുപ്പിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ കുപ്പിയുടെ ഷേപ്പിലായിരിക്കും ആ വെള്ളം ഉണ്ടാവുക, അല്ലേ? വെള്ളത്തിൻ്റെ ഷേപ്പ് എന്താ? വെള്ളത്തിൻ്റെ ഷേപ്പ് എന്താ? ഉറക്കെ പറയൂ. ഒരു ഷേപ്പും ഇല്ല. അപ്പോൾ ഏത് ഗ്ലാസ്സിലൊഴിച്ചോ അത് ഗ്ലാസിൻ്റെ ഷേപ്പ് എടുക്കും, ഒരു കുപ്പിയിലൊഴിച്ചോ അത് കുപ്പിയുടെ ഷേപ്പ് എടുക്കും. വായുവിന്, എയറിന് എന്താ ഷേപ്പുള്ളത്? നിങ്ങൾ കണ്ടില്ലേ ഉത്സവ സ്ഥലത്ത് നീളത്തിലുള്ള ബലൂണുകളും പല രീതിയിലുള്ള ബലൂണുകളും കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലേ? ഇപ്പോഴാണെങ്കിൽ ഈ ചെണ്ടമേള നടക്കുന്നിടത്തൊരു ബലൂണുണ്ട്, നീളത്തിലുള്ള ഒരു സാധനം, കോല് പോലെ. ഇതൊക്കെ വാങ്ങിച്ചിട്ടാണ് വീശുന്നത് പിള്ളേർ, ആണോ? കണ്ടില്ലേ മേള നടക്കുന്നിടത്ത്? എന്താ നിങ്ങൾ അത്ഭുതത്തോടെ കാണുന്നത്? കണ്ടിട്ടില്ലേ കുട്ടികളിങ്ങനെ ബലൂണൊക്കെ വാങ്ങി? അപ്പോൾ വായുവിന് എന്ത് ഷേപ്പുണ്ട്? അപ്പോൾ ഏതൊരു സാധനത്തിൽ അതിനെ നിറച്ചാൽ ആ സാധനത്തിൻ്റെ ഷേപ്പ് അതെടുക്കുന്ന പോലെ ബോധം ശരീരത്തിൻ്റെ ഷേപ്പ് എടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണ് അഹങ്കാരം. ഇപ്പം നമ്മൾ മനസ്സുകൊണ്ടാണ് ഞാനെന്ന് പറയുന്നത്. എന്നാൽ ഈ മനസ്സിനെ പോലും ഉണർത്താൻ കഴിയുന്ന ഒരു അനന്തമായ ബോധം നമ്മളിലുണ്ട്. നമ്മളൊക്കെ ഉണ്ടല്ലോ, അല്പം ഒരു വിനയമുള്ളവരായാൽ നമുക്ക് മനസ്സിലാവും ഞാനെന്ന ഭാവത്തിൻ്റെ ആവശ്യം ശരിക്കും ശരിയല്ല.